PM ശ്രീയിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമോ എന്ന് UDF വ്യക്തമാക്കണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദം തുടരുമ്പോഴും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോക്ക് പ്രഖ്യാപിക്കാതെ UDF സർക്കാർ. UDF സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോഴും വിവാദം തുടരുന്നു. പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കുപോലും ഇറങ്ങിപ്പോക്കും അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം. പിന്നാലെ വീണ്ടും പദ്ധതിയെക്കുറിച്ചുള്ള UDF നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ അതിന്റെ ഭാഗമായ 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമോ എന്ന് UDF വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രംഗത്തെത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് UDF പ്രഖ്യാപനം നടത്തേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്നുണ്ടോ നടപ്പിലാക്കുന്നില്ല കേരളത്തിൽ. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ യാതൊരു ജാള്യതയുമില്ലാതെ പദ്ധതി നടപ്പിലാക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയായി വന്ന ഉടനെ തന്നെ യാതൊരു ജാള്യതയുമില്ലാതെ അത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുക. ഈ ഒരു ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയായിട്ട് ഞങ്ങൾ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിൽ കുറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുടെ ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീന്റെ പ്രതികരണം. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. മന്ത്രിസഭയെയും മുന്നണിയെയും അറിയിക്കാതെ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണെന്ന് ആരോപിക്കുന്ന UDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.